Hi, we are from Income Tax Department and I am Arvind Kumar, Income Tax Officer. We want to inspect this company and also need to gather some informations, mainly verification of financial records. And I have legal search warrant. You guys need to cooperate and please instruct every employee to stop their works. Sir, 1 minute. I'm Rose, Personal Assistant of Chief Executive Officer. ഞങ്ങളുടെ കമ്പനി CEO ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് We don't care. Please call him and inform him to come here as soon as possible. Guys, search. അലക്സേ, ഇൻസ്പെക്ഷൻ തകർത്തുകൊണ്ടിരിക്കുക. എംപ്ലോയീസിന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. എല്ലാവരും ഫോണും പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. എടാ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു ഇൻസ്പെക്ഷൻ എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ആരോ പിന്നിൽ കളിക്കുന്നുണ്ടെന്ന് ഉറപ്പാ. ശത്രുക്കളുടെ മുഖമൊക്കെ ഒന്ന് ഓർത്തുകൊണ്ടിരിക്കുക മനസ്സിൽ. അലക്സേ, പ്രശ്നമാവോടാ? എന്ത് പ്രശ്നം? കൂടിപ്പോയ കമ്പനി അങ്ങ് കൂട്ടും. അതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? എടാ, നമുക്ക് ഇന്ത്യയിൽ ഈ കമ്പനി മാത്രമാണുള്ളത്. ഒന്ന് പോയാൽ വേറെ, അത്രയല്ലേ ഉള്ളൂ. അലക്സേ, എന്നാലും ഇത് നമ്മുടെ ഡ്രീം പ്രൊജക്റ്റ് അല്ലടാ. പിന്നെ ആ ഓഫനേജ് കണ്ടുകൊണ്ട് നീ വാക്ക് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. ആ റഷ്യൻ കമ്പനിക്കാർ ഇതെങ്ങാനും അറിഞ്ഞാണ്ടല്ലോ തകർന്ന്. ആ പ്രൊജക്റ്റ് മുടങ്ങിയ അവരും നമ്മുടെ ശത്രുക്കളാ, മറക്കണ്ട നീ. എവിടെന്നെങ്കിലും ഒരു ക്ലൂവെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് പ്ലാൻഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ടല്ലേ. ഒരു ലീഗൽ മൂവ് ആയതുകൊണ്ട് അഡ്വക്കേറ്റ് ഗൗതം വർമ്മയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞാൻ ചിന്തിക്കുന്നേ. നിനക്കതാ തോന്നുന്നേ? യെസ്, ഇതിന് പിന്നിൽ അവൻ തന്നെയായിരിക്കും. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അവന് പ്രിയപ്പെട്ട ഓഫനേജിൻ്റെ പുറത്ത് നമ്മളൊന്ന് കൈവച്ചപ്പോൾ തിരിച്ച് നമുക്ക് പ്രിയപ്പെട്ട ഈ കമ്പനിയുടെ പുറത്ത് അവനൊന്ന് കുട്ടി. അത്രേ ഉള്ളൂ. ലീഗലി നമുക്കെതിരെ ഒരു മൂവ്, എന്നെ തളർത്താനൊരു ശ്രമം. അവൻ കളിക്കട്ടെ, എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. വെറുമൊരു ഇൻസ്പെക്ഷൻ്റെ പേരിൽ കമ്പനി അങ്ങ് അടച്ച് പൂട്ടാനൊന്നും ഒരുത്തിനും പറ്റില്ല. കമ്പനിയുടെ പ്രവർത്തനം കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ നിർത്തിവെക്കായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. അവരുടെ ഈ വരവിന് പിന്നിലും മെയിനായിട്ടും ഒരു റീസണേ ഉള്ളൂ, ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. അത് മാത്രം. അത് ലക്ഷ്യമായിട്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ കമ്പനിയിലെ ടോട്ടൽ ടേൺ ഓവറിനേക്കാൾ കൂടുതൽ എമൗണ്ട് അക്കൗണ്ടിലുണ്ട്. അതെല്ലാം ബ്ലാക്ക് മണി ആണല്ലോ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം അവരുടെ ഈ വിസിറ്റ്. പക്ഷേ അവിടെയല്ല പ്രോബ്ലം മറ്റൊന്നാ. AD പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പാർട്ട്നേഴ്സ് നമ്മൾ രണ്ടുപേരും മാത്രമല്ല, പുറത്തു വരാത്ത ഒരാളും കൂടി ഉണ്ട്, ദേവ. അവൻ്റെ പേരെങ്ങാനും ഈ ടൈമിൽ പുറത്തു വന്നാൽ അതവൻ്റെ പൊളിറ്റിക്കൽ ലൈഫിനെ ബാധിക്കും. സോ വി നീഡ് ടു കെയർ. ഓഫീസേഴ്സ് പലരും പല ചോദ്യങ്ങളും ചോദിക്കും, ഉത്തരം മുട്ടിക്കുന്ന പോലെ ചോദിക്കും. അതിലെ ദേവയുടെ പേര് പുറത്ത് വരരുത്. നമ്മുടെ വായെന്നൊരിക്കലും അവൻ്റെ പേര് വരരുത്. നമ്മൾ രണ്ടുപേരും മാത്രം AD പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കറൻറ്റ് പാർട്ട്നേഴ്സ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? എനിക്ക് മനസ്സിലായി. പക്ഷേ അലക്സ്, നമ്മുടെ രണ്ടുപേരുടെ അക്കൗണ്ടിലേക്ക് മാത്രമല്ല ടേൺ ഓവറിൻ്റെ എമൗണ്ട് പോകുന്നത്.
മൂന്നാമതൊരു അക്കൗണ്ടിലേക്കും കൂടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വാട്ട് വിൽ ആൻസർ? അതെനിക്ക് വിട്ടേക്ക്. ഐ വിൽ ഡീൽ. സോ എന്തായി ഓഫീസർ, എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? മിസ്റ്റർ അലക്സ് സാമുവൽ, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ മൊത്തം പ്രശ്നങ്ങളാണല്ലോ. നിങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ട് ഞങ്ങൾ ഫ്രീസ് ചെയ്യാൻ തീരുമാനിച്ചു. ടെമ്പററിലി വി നീഡ് ടു ഫ്രീസ് യുവർ അക്കൗണ്ട്സ്. അല്ല, കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻസ്പെക്ഷൻ. എന്നാൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിലൂടെ കമ്പനിയുടെ പ്രവർത്തനം തന്നെ നിലച്ചില്ലേ? കമ്പനിയിലുള്ള ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? അവർ ഇൻസ്പെക്ഷൻ വന്ന ടൈമിൽ നീ അവിടെ ഉണ്ടായിരുന്നില്ല അലക്സ്. ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാ ഇങ്ങനൊരു ഇൻസ്പെക്ഷനെ കുറിച്ചാണ് നീ അറിയുന്നത്. സംതിങ് ഈസ് റോങ്. കമ്പനിയിൽ നിന്ന് ആരോ നമ്മളെ ചീറ്റ് ചെയ്യുന്നുണ്ട്. ദേവാ, കമ്പനിയിലല്ല, കമ്പനിക്ക് പുറത്ത് നമ്മുടെ വിശ്വസ്തനായ അഡ്വക്കേറ്റ്, അവൻ തന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ. അലക്സ്, ദേവാ, അവന് വേണ്ടി വെറുതെ നീ എന്നോട് തർക്കിക്കണ്ട. ഈയിടെ നിനക്ക് വിശ്വാസം അവനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അലക്സ്, എല്ലാം നിന്റെ തോന്നലാ. അഡ്വക്കേറ്റ് ഗൗതം വർമ്മയും ദീപക്കും തമ്മിൽ നീ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരേ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവർ തമ്മിലുള്ള സൗഹൃദവും ഇടപെടലും, അത് മാത്രമാണ് അവർ തമ്മിലുള്ളത്. ഫസ്റ്റ്, ഇങ്ങനൊരു റൈഡ് കമ്പനിയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നീ ഗൗതമിന് ഇൻഫോം ചെയ്യണമായിരുന്നു. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവൻ തന്നെ കണ്ടെത്തി തരായിരുന്നു. ഓ മൈ ഗോഡ്, കള്ളൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്ന പരിപാടിയാ നീ ഇപ്പം എന്നോട് സംസാരിക്കുന്നേ. എടാ, അഡ്വക്കേറ്റ് ഗൗതം വർമ്മ തന്നെ ഇതിൻ്റെ പിന്നിൽ. ഇത് ഞാൻ ആവർത്തിച്ച് തന്നെ പറയും. എനിക്ക് ഉറപ്പുണ്ട്, എന്നെ തോൽപ്പിക്കാൻ അവൻ കണ്ടെത്തിയ മാർഗമാണിത്. അലക്സ്, നിന്റെ മനസ്സിലെ തെറ്റിദ്ധാരണകളൊന്നും മാറ്റാതെ പ്രശ്നങ്ങളൊന്നും നിനക്ക് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ദേവാ, നീ ഇപ്പോൾ അവന് വേണ്ടി എന്നോട് സംസാരിക്കുന്നേ. നിന്റെ മനസ്സിൽ അവനൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. എന്ന് കരുതി എന്നെ ഉപദേശിക്കാൻ വരണ്ട. അലക്സ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് നിന്നേക്കാൾ വലുതൊന്നല്ല അവൻ. അഡ്വക്കേറ്റ് ഗൗതം വർമ്മ ഇന്നലെ വന്നവനാ. അവന് വേണ്ടി എൻ്റെ കൂടെയുള്ള നിന്നെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല. അതിലെനിക്കിപ്പോൾ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അവന് വേണ്ടി നീ എന്നെ തള്ളി പറയും. എടാ അലക്സേ, അതിൽ സമയം കിട്ടുമ്പോൾ അവനെ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അഡ്വക്കേറ്റ് ഗൗതം വർമ്മയെ പോലെ തിരക്ക് പിടിച്ചു നടക്കുന്ന ഒരു അഡ്വക്കേറ്റിന് ഇവനോടുള്ള റിവെഞ്ച് ചെയ്ത് നേരം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എവിഡൻസും ഇല്ലാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഗൗതം കാരണമാണെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരം തന്നെയാണ്. കമ്പനിയിൽ ആരാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? പോയി അത് കണ്ടുപിടിക്കാൻ നോക്ക്. അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ നിഴലും നോക്കി നടക്കാം. അഡ്വക്കേറ്റ് ഗൗതം വർമ്മനെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല ദേവാ. അവൻ ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ടാണ് പോയിക്കുന്നേ. പിന്നെ എന്താടാ ബാക്കി വിഴുങ്ങിയത്? എടാ, നീയും അലക്സും തമ്മിൽ എന്തൊക്കെ എന്നോട് മറച്ചു വെക്കുന്നുണ്ട്. അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതരുണ്ട. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അഡ്വക്കേറ്റ് ഗൗതം വർമ്മ ഒരു റേഞ്ചിനും നിൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് കളിക്കുന്ന പോലെയല്ല. ഹീ ഈസ് ഡേഞ്ചറസ്. റിമെമ്പർ ദാറ്റ്. ഹേയ്, അഡ്വക്കേറ്റ് ദീപക് ലാൽ. ആ ഗൗതം, ഇതെന്താ ലൈബ്രറിയിൽ? വൈ അഡ്വക്കേറ്റ് ദീപക് ലാലിന് മാത്രമേ ഈ ലൈബ്രറിയിൽ എൻട്രി ഉള്ളൂ? സോറി, അങ്ങനെയല്ല.
അഡ്വക്കേറ്റ് ഗൗതം വർമ്മ പോലെ തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരു അഡ്വക്കേറ്റിന് ലൈബ്രറി സ്പെൻഡ് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ടോയെന്ന് ഞാനൊന്ന് ആലോചിച്ചതാ. അങ്ങനെ ചോദിച്ചു പോയതാ. അപ്പോൾ താൻ സമ്മതിച്ചോ? തന്നേക്കാൾ തിരക്കുള്ള അഡ്വക്കേറ്റാണ് ഞാനെന്ന്, തന്നേക്കാൾ നമ്പർ 1 ആണ് ഞാനെന്ന്. ഇറ്റ്സ് ട്രൂ. അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ അത്ര തിരക്കൊന്നും അഡ്വക്കേറ്റ് ദീപക് ലാലിനില്ല. തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അത്ര ക്ലയൻസ് ഒന്നും കോർട്ടിൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കാറുമില്ല. യു ആർ റൈറ്റ്. ബട്ട് തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് വേറെ ഒന്നുകൊണ്ടല്ല. നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി ഞാനൊരു വാക്കിങ്ങിന് ഇറങ്ങിയതാ. ഈ ലൈബ്രറി ക്രോസ് ചെയ്ത് പോയപ്പോഴാണ് തൻ്റെ കാർ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. എന്നാൽ പിന്നെ തന്നെ മീറ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. പിന്നെ ദീപക് ലാൽ, ഇടയ്ക്ക് ബ്രെയിന് ഒരു റെസ്റ്റൊക്കെ കൊടുക്കണം കേട്ടോ. കൂടുതൽ നോളജ് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ആരോഗ്യത്തിനാണോ അതോ അഡ്വക്കേറ്റ് ഗൗതം വർമ്മയ്ക്കാണോ? സത്യം പറഞ്ഞ ബോത്ത്. കാരണം താൻ കൂടുതൽ നോളജ് നേടിയ അതെനിക്കും ബുദ്ധിമുട്ടാണല്ലോ. തന്നേക്കാൾ നമ്പർ 1 ഞാനാണെന്ന് പ്രൂവ് ചെയ്തതല്ലേ. ഇനി അതിലെന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതെന്നെ എൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമല്ലേ. ഗൗതം, ഈ അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ലെന്ന് പറയുന്നത് സത്യമാണ് അല്ലേ? എടോ, അസൂയ കൊണ്ടൊന്നല്ല, കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇടയ്ക്കൊക്കെ ആരോഗ്യം ശ്രദ്ധിക്കണം. വീക്ക്ലി ഒരു ദിവസമല്ല ഓഫ് എടുക്കുന്നത്. ആ ദിവസം റെസ്റ്റ് എടുത്തൂടെ? റെസ്റ്റ് എടുക്കണമെന്നുണ്ട്. എന്നെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കാൻ എനിക്കിഷ്ടം. അല്ലെങ്കിൽ ചില ഓർമ്മകൾ വെറുതെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതൊക്കെ വിട്. പിന്നെ ഓഫനേജിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തെന്ന് കേട്ടു. ആ ഇൻസിഡൻറ്റ് ശരിക്കൊരു ഷോക്കായിപ്പോയി. അതിന് പിന്നിൽ ആരാണെന്നതിൽ ക്ലൂ കിട്ടിയോ? ആക്ച്വലി ക്ലൂ അല്ല, കൺഫർമേഷൻ തന്നെ കിട്ടി. പിന്നെ അത് ചെയ്ത വ്യക്തിക്ക് തിരിച്ചിപ്പോൾ ഞാനൊരു ഷോക്ക് കൊടുത്തിട്ടുണ്ട്. സീരിയസ്ലി ഗൗതം, ഓഫനേജും താനും തമ്മിലുള്ള ബന്ധം നന്നായി അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തന്നോടുള്ള റിവെഞ്ച് ഓഫനേജിന് തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒന്നുമില്ല. എന്നെക്കുറിച്ച് നന്നായി പഠിച്ചു വന്നൊരു വ്യക്തി, അയാൾ തന്നെ എൻ്റെ ശത്രു. പിന്നെ ഓഫനേജിനെ തൊട്ട് കളിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. എനിക്കൊരുപാട് ശത്രുക്കളുണ്ട്. പക്ഷേ ഈ ശത്രു ഹീ സ്പെഷ്യൽ. കാരണം അവൻ ആഗ്രഹിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും ഒന്നാണ്. ഒരു ക്രൈം ബ്രാഞ്ച് ഓഫീസർ ഫ്രണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഓഫനേജിന് നേരെ അറ്റാക്ക് ചെയ്തത് ആരാണെന്നറിയാൻ കൂടുതൽ പ്രയാസം ഉണ്ടായില്ല അല്ലേ ഗൗതം? യെസ്, സാറ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, മോർ ദാൻ ദാറ്റ്. എൻ്റെ ഓരോ ആഗ്രഹങ്ങൾക്കും ഇതുവരെ അവൾ നോ പറഞ്ഞിട്ടില്ല. ആ ഓഫനേജ് എനിക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് സാറയ്ക്ക് നന്നായി അറിയാം. ഇനിയിപ്പോൾ ഞാനൊന്ന് വേണ്ടെന്ന് വെച്ചാലും സാറ് വെറുതെ ഇരിക്കില്ല. ഗൗതം, തന്നോട് ചോദിക്കാനുള്ള ഫ്രീഡം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക. സാറയ്ക്ക് തൻ്റെ ലൈഫിൽ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ തനിക്ക് സാറെ തന്നെ ലൈഫ് പാർട്ട്ണറായി സ്വീകരിച്ചുകൂടെ? ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ എപ്പോഴും ഒറ്റയ്ക്കാണെന്ന തോന്നൽ മനസ്സിൽ കൊണ്ടു നടന്നാൽ പിന്നെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? സുഖത്തിലായാലും ദുഃഖത്തിലായാലും ഒരാൾ കൂടെ ഉണ്ടാവുന്നത് അത്യാവശ്യമല്ലേ? തുടർന്ന് ജീവിക്കാൻ അതൊരു പ്രചോദനമല്ലേ? ദീപക്, താൻ ചിന്തിക്കുന്ന പോലെയല്ല ഞാനും സാറേയും തമ്മിലുള്ള ബന്ധം. താൻ ഈ പറഞ്ഞതുപോലൊന്നും എനിക്ക് ഇതുവരെ സാറോട് തോന്നിയിട്ടൊന്നുമില്ല. എൻ്റെ ഫിസിക്കൽ നീഡ്സിന് വേണ്ടി പലപ്പോഴും സാറെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അതാ ഞാനും സാറേയും തമ്മിലുള്ള കറൻറ്റ് റിലേഷൻഷിപ്പ്. ലൈഫ് പാർട്ട്ണറായി ഒരിക്കലും നെവർ. എനിക്ക് സാറിനെ സങ്കല്പിക്കാൻ കഴിയില്ല. എൻ്റെ ലൈഫ് പാർട്ട്ണർ ഇൻ്റലിജൻറ്റും കാണാൻ ബ്യൂട്ടിഫുള്ളൊക്കെ ആയിരിക്കണം. താൻ പറഞ്ഞത് ശരിയാ. പക്ഷേ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു അടുപ്പം ഇതുവരെ എനിക്ക് സാറോട് തോന്നിയിട്ടില്ല.
പക്ഷേ ഒരാളോട് അങ്ങനെ ഇപ്പോൾ ചെറുതായി തോന്നി തുടങ്ങിയിട്ടുണ്ട്. തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിയും കൂടി ഉണ്ടാവണമെന്ന് ഒരാഗ്രഹം. പ്ലീസ് അതാരാണെന്ന് താൻ ചോദിക്കരുത്, ഞാനിപ്പോൾ പറയില്ല. ഫസ്റ്റ് എനിക്ക് ആ വ്യക്തിയോടുള്ള ഫീലിംഗ് സത്യമാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടണം. അതിനുശേഷം ഞാൻ പറയാം അതാരാണെന്ന്. അതാരായാലും അവർ ലക്കിയായിരിക്കും. അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ മനസ്സിലിടം നേടിയില്ലേ, അതുതന്നെ ആ വ്യക്തിയുടെ വലിയ അംഗീകാരമായിരിക്കും. ലയ, തന്നോട് എങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു പെണ്ണായിട്ട് പോലും തൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ കോടതിയിൽ ഞാൻ അലക്സിന് വേണ്ടി തനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അലക്സ് ഞാൻ കരുതിയ പോലെ ഒരാളല്ല. അവൻ എന്നെയും ചതിക്കായിരുന്നു. എന്നെ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് അവന് വേണ്ടതിനെല്ലാം ഒരു വസ്തുവിനെ പോലെ എന്നെ ഉപയോഗിച്ചു. ലൈക്ക് എന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? തന്നെ തെറ്റു പറയാൻ പറ്റില്ല, എല്ലാം എൻ്റെ മാത്രം തെറ്റാ. ലയ, ഐ എം എക്സ്ട്രീംലി സോറി ഫോർ എവ്രിതിങ്. എനിക്ക് ശരിക്കും റോസിനോട് ദേഷ്യമല്ല, സഹതാപമാണ് തോന്നുന്നത്. അലക്സിനെ പോലെ എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരുത്തൻ റോസിനെ വിവാഹം കഴിക്കുന്നത് തനിക്ക് എങ്ങനെ തോന്നി? അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയപ്പെട്ട പാഴ്വസ്തുക്കളാ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫീമെയിൽ എംപ്ലോയീസും. അവനെതിരെ നിൽക്കുന്നവർക്ക് എൻ്റെ അവസ്ഥയും. സത്യങ്ങളെല്ലാം ഇപ്പോഴെങ്കിലും തനിക്ക് ബോധ്യപ്പെട്ടല്ലോ, സന്തോഷമുണ്ട്. ആ കമ്പനിയിൽ നിന്ന് ജീവനം കൊണ്ടും താൻ രക്ഷപ്പെട്ടോ? അല്ലെങ്കിൽ തന്നെ കൊല്ലാൻ അവൻ മടിക്കില്ല? നോ, ലയ പറഞ്ഞതുപോലെ പേടിച്ച് ഓടാനല്ല. അവൻ ഒരിക്കലും മറക്കാത്തൊരു ഗിഫ്റ്റ് അവന് കൊടുക്കുന്നുണ്ട് ഞാൻ. ഒറ്റയടിക്കല്ല, വേദന അറിഞ്ഞായിരിക്കണം അവൻ്റെ മരണം. ഞാനിപ്പോൾ വന്നത് ലയോടൊരു വാക്ക് തരാനാ. താൻ അവനെ നിയമപരമായി നേരിട്ടിട്ടും തന്നോട് അവൻ ഇത്രയധികം ക്രൂരതകൾ ചെയ്തിട്ടും അവൻ ഹാപ്പി ആയിട്ട് ജയിലിന് പുറത്ത് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഉറപ്പിച്ചു, ലയയുടെ കേസിൻ്റെ ഫൈനൽ ഹിയറിംഗ് ജസ്റ്റിസ് അത് നമുക്ക് അനുകൂലമല്ലെങ്കിൽ അവനെ കൊല്ലാനുള്ള അവസരം എനിക്കാണെന്ന് അതിനർത്ഥം. പിന്നെ ലൈക്ക് ആരുടെയും കുത്തുവാക്കളെ പേടിച്ച് ഇങ്ങനെ വീട്ടിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥയൊന്നും വരില്ല. തല ഉയർത്തി നടക്കാം. അവൻ്റെ മരണം അറിഞ്ഞ താൻ അവൻ്റെ നെഞ്ചത്ത് റീത്ത് വയ്ക്കാൻ വരണം. കൂടെ നിന്ന് ചതിക്കുന്ന ഉറപ്പായ, അങ്ങനെ അവന് വല്ല സംശയം തോന്നിയ തൻ്റെ ജീവൻ അപകടത്തിലാണ്. ബി കെയർഫുൾ. ഞാനവിടെ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം അവനവിടെ ഒരു പെൺകുട്ടിയുടെ മേലും കൈ വെക്കില്ല. മോളെ ലയ, ഒരു കാര്യം ഉറപ്പായ അച്ഛാ, ഒന്നല്ലെങ്കിൽ വിധി നമുക്ക് അനുകൂലമായി വരും. അവൻ ജയിലിനുള്ളിലാവും, അല്ലെങ്കിൽ അവൻ മരിക്കും. അവന്റെ മരണം എന്തായാലും ഒരു പെൺകുട്ടിയുടെ കൈ കൊണ്ട് തന്നെയായിരിക്കും. ഹലോ, എക്സ്ക്യൂസ് മീ, മിസ് റിയ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരും ഗൗതമിൻ്റെ ക്യാബിനിലേക്ക് പ്രവേശിക്കാറില്ല. തനിക്ക് അറിയാവുന്നതല്ലേ ഇവിടുത്തെ റൂൾസ് എല്ലാം. മിസ്റ്റർ രവി, ഫോർ യുവർ ഇൻഫർമേഷൻ, ഞാൻ അഡ്വക്കേറ്റ് ഗൗതം വർമ്മനെ കാണാനല്ല ഇങ്ങോട്ട് വന്നത്. ഞാൻ അഡ്വക്കേറ്റ് ദീപക് ലാലിനെ കാണാനാ ഇങ്ങോട്ട് വന്നത്. വാട്ട്? തൻ്റെ തലയ്ക്ക് വല്ല അടി കിട്ടിയോ? നെയിം ബോർഡ് നോക്കിയിട്ടാണോ ക്യാബിനിലേക്ക് പ്രവേശിച്ചത്? ദിസ് ഈസ് അഡ്വക്കേറ്റ് ഗൗതം വർമാസ് ക്യാബിൻ, അല്ലാതെ അഡ്വക്കേറ്റ് ദീപക് ലാലിൻ്റെ ക്യാബിൻ അല്ല. താൻ എന്നെ മണ്ടനാക്കാൻ നോക്കണ്ട. ഓ മൈ ഗോഡ്, അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ജന്മന മണ്ടനാണല്ലോ. ഹേയ് ലേഡി, മൈൻഡ് യുവർ വേർഡ്സ്. അഡ്വക്കേറ്റ് ദീപക് ലാലിനെ കാണണമെങ്കിലേ അഡ്വക്കേറ്റ് ദീപക് ലാലിൻ്റെ ക്യാബിനിൽ പോയി നോക്കണം, അല്ലാതെ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? ഓ മിസ്റ്റർ രവികുമാർ, ലിസൺ ടു മീ. അഡ്വക്കേറ്റ് ദീപക് ലാൽ അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ക്യാബിനിലുണ്ട്. ഞാൻ കണ്ടതാ. സാർ ഇങ്ങോട്ട് തന്നെയാ വന്നത്. എന്നെ വിശ്വാസമില്ലെങ്കിലേ അകത്ത് പോയി നോക്ക്. വാട്ട്? ഓക്കെ, ഞാൻ പോയി നോക്കട്ടെ. അഡ്വക്കേറ്റ് ദീപക് ലാലിന്റെ അടുത്തേ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കൂടി പറഞ്ഞോളൂ. എനിക്കിതിൽ സൈൻ വേണം സാറിന്റെ, അത്യാവശ്യമാണ്.
അത്ര അത്യാവശ്യമാണെങ്കിൽ അഡ്വക്കേറ്റ് ദീപക് ലാലിനെ ഫോണിൽ വിളിച്ചാൽ പോരെ? അകത്ത് എന്താ നടക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ ആണെങ്കിൽ ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്ത പോലെയായില്ലേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്തായാലും അകത്തേക്ക് ചെല്ലല്ലേ. ചെന്നിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ചെല്ല്. എന്ത് ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ? ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ നടക്കില്ല. ഞാൻ പോയി നോക്കട്ടെ. അകത്തെങ്ങാൻ അഡ്വക്കേറ്റ് ദീപക് ലാൽ ഇല്ലെങ്കിൽ കാണിച്ചു തരാം. ഓ, ഐ എം വെയിറ്റിംഗ്. പോയിട്ട് വാ. ദൈവമേ, ഞാൻ എന്തേ കാണുന്നേ? അപ്പൂ, നിന്റെ പ്രാർത്ഥന വെറുതെ ആയില്ല. ഇവിടെ നിന്ന് വേഗം മാറിയേക്കാം, അല്ലെങ്കിൽ ഗൗതം എന്നെ പിടിച്ച് പുറത്താക്കും. എന്തിനാ വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നേ? എന്നാൽ എൻ്റെ ഗൗതം, നിന്റെ മനസ്സിൽ ഇങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ത് പറ്റി? എന്താ കണ്ട് പേടിച്ച പോലെ ഉണ്ടല്ലോ. ഇവിടുന്ന് പോയ ധൈര്യമൊക്കെ എവിടെ പോയി? ഹലോ, നിങ്ങളോടാ. മിസ് റിയ, നിങ്ങൾ തൽക്കാലം അഡ്വക്കേറ്റ് ഗൗതം വർമ്മയുടെ ക്യാബിനിൽ നിന്ന് പോകണം. ദീപക് സാർ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ സാറിന് അങ്ങോട്ട് പറഞ്ഞു വിട്ടോളാം. അവിടെ വേറെന്തോ മീറ്റിംഗാണ് നടക്കുന്നത്. ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇത് തന്നെയല്ലേ തന്നോട് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? നിനക്കൊറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടം. എല്ലാം നിന്റെ ഇഷ്ടത്തിന് വിട്ടു തിന്നതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്? സ്വന്തം മകൻ ദത്തുപുത്രൻ, അങ്ങനൊരു വേർതിരിവ് ഒന്നും ഞങ്ങൾക്കില്ല. ഇതുവരെ നിന്നെ വളർത്തിയതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും കണക്കൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ആരെ ബോധ്യപ്പെടുത്താനാടാ നീ നിന്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും കോടികൾ ട്രാൻസ്ഫർ ചെയ്യുന്നേ? സ്വന്തം പാരൻസ് ആയിട്ട് നിനക്ക് ഞങ്ങളെ കാണാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. മനസ്സിലായോ? സൂക്ഷിച്ചു വേണം ഓരോ വാക്ക് ഉപയോഗിക്കാൻ. ഓ, കഴിഞ്ഞതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നാ എനിക്കറിയേണ്ടത്. ഗൗതം, നിർത്ത്. സ്വന്തം മകനെ കാണാൻ പാരൻസിന് പ്രത്യേകം പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിനക്ക് നന്നായി അറിയാം, ഒരിക്കലും ഞങ്ങൾ നിന്നെ ഒരു ദത്തുപുത്രനായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നതെന്ന്. വരവിന്റെ ഉദ്ദേശം ഞാൻ തന്നെ പറയാം. ഞങ്ങളുടെ മൂത്ത മകൻ, അതായത് നിന്റെ ബ്രദർ മഹി, അവന്റെ മാരേജ് ഞങ്ങൾ അങ്ങ് നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. പെൺകുട്ടിയെ നിനക്കറിയാലോ, മഹിയുമായി ഇഷ്ടത്തിലായിരുന്ന പെൺകുട്ടി തന്നെ. ആ പെൺകുട്ടിയുടെ വീട്ടുകാരായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മക്കളുടെ ഇഷ്ടത്തിനൊന്നും ഇതുവരെ ഞങ്ങൾ നോ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാം ബാംഗ്ലൂർ സെറ്റിൽഡ് ആണല്ലോ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവരും ഞങ്ങളുടെ കൂടെ വരും. ന്യൂസിലാൻഡിൽ വെച്ച് തന്നെ മാരേജ് നടത്താമെന്നാ ഞങ്ങളുടെ തീരുമാനം. അവർക്കും അതിൽ പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. ഹോ, ഇത് പറയാനാണോ ഇത്രയും ക്യാഷ് മുടക്കി ഇങ്ങോട്ട് വന്നത്? ജസ്റ്റ് ഒരു കോൾ, അത് മതിയായിരുന്നല്ലോ. ഗൗതം, വാട്ട് ഡു യു മീൻ? ഞങ്ങൾക്ക് നിന്നെ കാണാനുള്ള അവകാശം ഇല്ലെന്നാണോ? എത്ര നാളായി നിന്നെ ഞങ്ങളിങ്ങനെ നേരിട്ട് കണ്ടിട്ട്. നിന്റെ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. കാണാനുള്ള റൈറ്റ്സും നീ ഇല്ലാതാക്കാണോ? ഓ പ്ലീസ്, ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. മഹിയുടെ മാരേജിന്റെ കാര്യം മാത്രമല്ല, വേറൊരു കാര്യം കൂടി നിന്നോട് ചോദിക്കാനുണ്ട്. നിന്റെ മാരേജ് ഉടനെ തന്നെ നടത്താമെന്നാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു പെൺകുട്ടിയെ നീയായിട്ട് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയും, നമുക്കത് നടത്താം. നിന്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? യെസ്, എൻ്റെ മനസ്സിലൊരാളുണ്ട്. സാറയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. എന്താ പെൺകുട്ടിയുടെ പേര്? സാറയാണോ അത് വേറെ ആരെങ്കിലും? സോറി, സാറയല്ല. അതൊരു പെൺകുട്ടിയല്ല, ആൺകുട്ടിയാ. നടത്തി തരൂ. വാട്ട്? നീ ഞങ്ങളെ വീണ്ടും തോൽപ്പിക്കാൻ നോക്കാണോ?